ഇന്ന് നമ്മൾ ഫാഷൻ ഡിസൈനിങ് തിയറി ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതായത് നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ് എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മളിപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വെച്ചുകൊണ്ട് അവർക്ക് കസ്റ്റമേഴ്സിന് എങ്ങനെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അവരുടെ ബോഡി ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം എന്ന് മനസ്സിലാക്കാം. അല്ല നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡ്രസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സസ് കസ്റ്റമൈസ് ചെയ്യിക്കും ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ ബോഡി ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ ഏതാണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇന്ന് മെയിനായിട്ടും 5 കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് 1 മുതലുള്ള വീഡിയോസ് തന്നെ നിങ്ങൾ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൽ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം പാർട്ട് 1 മുതലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അത് നിങ്ങൾ പോസിറ്റീവാണ് എന്നുണ്ടെങ്കിലും നെഗറ്റീവാണ് എന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്ലാസ്സസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ഏകദേശം 12 എലമെൻറ്റ്സ് ഒക്കെ പലരും പറയാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 എലമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് 1 ലൈന്, സെക്കൻഡ് 1 ഷേപ്പ്, തേർഡ് 1 കളറ്, ഫോർത്ത് 1 ഫോം ആൻഡ് ഫിഫ്ത്ത് 1 ടെക്സ്ചർ. ഇത്രയും എലമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിസൈനർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ നല്ല രീതിയിൽ ഒരു ഡ്രസ്സ് എങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ലൈൻസ് ആണ്. ലൈൻസ് എന്ന് പറയുന്നത് എലമെൻ്റ് ഓഫ് ഡിസൈൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈന് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ് നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ കാണാറുണ്ട്. ഈ ഒരു ലൈൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്കൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഹൊറിസോണ്ടൽ ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ്, കേർവ് ലൈൻസ്, സിഗ്സാഗ് ലൈൻസ്, അതുപോലെ ഡയഗണൽ ലൈൻസ്, ഇങ്ങനെ ഒരുപാട് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ലൈൻസിൽ വരുന്ന ഒരു ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ഹൈറ്റ് തോന്നിക്കും. നമുക്ക് അവിടെ ഹൈറ്റ് വെക്കും, അല്ലെങ്കിൽ നമ്മൾ സ്ലിം ആവും എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ കണ്ണുകൾക്ക് അവിടെ ഒരു ഇല്യൂഷൻ അവിടെ ക്രിയേറ്റ് ആവും. അതുവഴി നമുക്ക് അവിടെ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ, നമ്മൾ വെർട്ടിക്കലി ലൈൻസ് വരുന്ന ഡ്രസ്സസ് വെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി നമ്മൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹൈറ്റ് നമുക്കവിടെ തോന്നിക്കും. അപ്പോൾ വേർട്ടിക്കലി ലൈൻസ് വരുന്ന ഡ്രസ്സിൻ്റെ ഒരു റെഫറൻസ് ഇമേജ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ ഒരു പിക്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഈ വെർട്ടിക്കൽ ലൈൻസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ സ്ലിം ആയിട്ടുള്ള ഒരു ഗേള് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്ന ഡ്രസ്സസ് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഫാറ്റി ആയിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റ് വരുന്ന ഒരാൾ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈറ്റ് കുറഞ്ഞതുപോലെ നമുക്കൊരു ഇല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ലൈൻസ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഹൊറിസോണ്ടൽ ലൈൻസ് വരുന്ന ഡ്രസ്സസിൻ്റെ പിക്കും ഞാനിവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുമല്ലോ. സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ഷേപ്പാണ്. ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ ഡയമെൻഷനെയാണ് നമ്മൾ ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഗാർമെൻറ്റിൻ്റെ കാര്യത്തിലും. ഗാർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ്, അതിൻ്റെ കാര്യത്തിലും ഈ ഒരു ഔട്ടർ ഡയമെൻഷനെയാണ് നമ്മൾ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഗാർമെൻറ്റിനൊരു എന്താ പറയുക, ഒരു രൂപം നൽകുന്നത് ഈ ഒരു ഷേപ്പ് തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ ബോഡി ടൈപ്പാണ്, അതായത് നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ ബോഡി ഷേപ്പാണുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് ഒരു ലുക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഓരോ ബോഡി ഷേപ്പാണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ബോഡി ഷേപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് എങ്ങനെയാണ്, ഏതാണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ബോഡി ടൈപ്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ. അതിൽ ഓരോ ബോഡി ടൈപ്സിനെ പറ്റിയിട്ടും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് അതിനെ പറ്റിയിട്ട് ഈ ഒരു ടോപ്പിക്സിൽ വന്നതുകൊണ്ട് നമുക്കതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഹവർ ഗ്ലാസ് ബോഡി ടൈപ്പാണ്. ഈ ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുമ്പം ബെസ്റ്റ് ബോഡി ടൈപ്പ് എന്നാണ് ഈ ഒരു ഹവർ ഗ്ലാസ് ബോഡി ടൈപ്പിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് നമ്മുടെ ബെസ്റ്റിൻ്റെ പോർഷനും ഹിപ്പിൻ്റെ പോർഷനും ഏകദേശം ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഇവിടെ വരുന്നത്. എന്നാൽ നമ്മുടെ വേസ്റ്റിൻ്റെ പോർഷനാവട്ടെ അത് നാരോ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹവർ ഗ്ലാസ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ടൈപ്പാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ബോഡി ടൈപ്പിൽ കൂടുതൽ അട്രാക്ഷൻ വരുന്നത് ഇവരുടെ ആ ഒരു കേവി ആയിട്ടുള്ള ഒരു വേസ്റ്റിലോട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വേസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെൽറ്റുകൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. സെക്കൻഡ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് വെഡ്ജ് ബോഡി ടൈപ്പാണ്. ഈ ഒരു വെഡ്ജ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ബോഡി ടൈപ്പ് തന്നെയാണ് നമ്മൾ വെഡ്ജ് ബോഡി ടൈപ്പ് എന്നും പറയുന്നത്. നമ്മൾ ഇൻവേർട്ടഡ് ട്രയാങ്കിളിൽ നമ്മൾ പറഞ്ഞത് ഷോൾഡർ ബൾക്കി ആയിട്ട് തോന്നിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വെഡ്ജ് ബോഡി ടൈപ്പിലും വരുന്നത്. നമ്മുടെ ഷോൾഡർ അവിടെ ബൾക്കി ആയിട്ടായിരിക്കും ഉണ്ടാവുക, താഴേക്ക് നാരോ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ബോഡി ടൈപ്പ് വിമനും മെന്നിനും ഒരുപോലെ വരുന്ന ഒരു ബോഡി ടൈപ്പാണ് ഈ ഒരു വെഡ്ജ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ബോഡി ടൈപ്പിൽ നമ്മുടെ ഐ അറ്റൻഷൻ കൂടുതൽ പോകുന്നത് നമ്മുടെ ബൾക്കി ആയിട്ടുള്ള ഒരു ഷോൾഡർ പോർഷനിലോട്ട് തന്നെയാണ്. തേർഡ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ട്യൂബുലാർ ബോഡി ടൈപ്പാണ്. ഈ ഒരു ബോഡി ടൈപ്പിന് നമ്മൾ വെഡ്ജ് ബോഡി ടൈപ്പ് പറഞ്ഞതുപോലെ തന്നെ മെന്നിനും വുമനിനും ഒരുപോലെ വരുന്ന ഒരു ബോഡി ടൈപ്പാണ് ഈ ഒരു ട്യൂബുലാർ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കേവി ലൈൻസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ബോഡിയിൽ വരുന്നില്ല. നമ്മുടെ ഷോൾഡർ, വേസ്റ്റ്, ഹിപ്പ് ഈ ഒരു 3 പോർഷൻസ് നമുക്ക് ഏകദേശം ഈക്വൽ പ്രൊപ്പോർഷനിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന ബോഡി ടൈപ്പുകളെയാണ് നമ്മൾ ട്യൂബുലാർ ബോഡി ടൈപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ബെൽ ഷേപ്പാണ്. ഈ ഒരു ബെൽ ഷേപ്പ് നമുക്ക് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. പുരുഷന്മാരിൽ ഈ ഒരു ബെൽ ടൈപ്പ് ഉണ്ടാവാറില്ല. സ്ത്രീകളിലാണ് ഈ ഒരു ബെൽ ബോഡി ടൈപ്പ് കാണാറുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് ഷേപ്പ്ഡായിട്ടുള്ള ഒരു ബോഡി വന്നിട്ടുള്ള, അതായത് നമ്മുടെ ബെസ്റ്റും വേസ്റ്റും ഒരു ഷേപ്പ് നല്ലൊരു ഷേപ്പിലായിട്ട് വന്നിട്ട് നമ്മുടെ ഹിപ്പ് കുറച്ച് അവിടെ ബൾക്കി ആയിട്ട് വരുന്ന ബോഡി ടൈപ്പിനെയാണ് നമ്മൾ ബെൽ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി ടൈപ്പിൽ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ബോഡിയിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വെയർ ചെയ്ത് നമ്മുടെ ലോവർ ബോഡിയിൽ ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു ബെൽ സ്കേർട്ട് എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെ വരുന്ന ആ ഒരു സ്കേർട്ട് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നന്നായിട്ടുണ്ടാകും. അപ്പോൾ ഇവരുടെ ഈ ഒരു ബോഡി ടൈപ്പിലോട്ട് കൂടുതൽ അറ്റൻഷൻ പോകുന്നത് ഇവരുടെ വേസ്റ്റിലോട്ടും ഹിപ്പിലോട്ടുമാണ്. അപ്പോൾ അവിടെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ ബെൽറ്റുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ വർക്ക് അവിടെ കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാകും. നെക്സ്റ്റ് ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് അലൈൻ ബോഡി ടൈപ്പാണ്. ഈ ഒരു അലൈൻ ബോഡി ടൈപ്പ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ട്രയാങ്കിൾ ബോഡി ടൈപ്പാണ് ഈ ഒരു അലൈൻ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ട്രയാങ്കിൾ ബോഡി ടൈപ്പിൽ പറഞ്ഞതുപോലെ തന്നെ അപ്പർ പോർഷന് നാരോ ആയിട്ടും നമ്മുടെ ലോവർ പോർഷന് വൈഡായിട്ടും വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു അലൈൻ ബോഡി ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയും ബോഡി ടൈപ്പുകളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് കളേഴ്സാണ്. കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ലൈൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് കളേഴ്സ് എന്ന് പറയുന്നത്.
അതായത് നമ്മളിപ്പോൾ വഴി കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കണ്ണിലോട്ട് വരുന്നത് അതിൻ്റെ കളർ തന്നെ ആയിരിക്കും. ആ ഒരു കളർ കണ്ടിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഡ്രസ്സിക്ക് നമുക്ക് ആ ഒരു അട്രാക്ഷൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പുകളിലൊക്കെ പോകുമ്പം അവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുള്ള ആ ഒരു ഡ്രസ്സിലേക്ക് നമ്മുടെ അട്രാക്ഷൻ പോകുന്നത് അതിൻ്റെ കളർ കണ്ടിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ കളർ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മുടെ കാര്യമില്ല, നമ്മൾ ചെറിയ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടിയും അവർക്ക് ടോയ്സൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കളേഴ്സ് എന്ന് പറയുന്നത് ഡ്രസ്സുകളിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിലും കളേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മുടെ ഡ്രസ്സിന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഡ്രസ്സിന് കൂടുതൽ അട്രാക്ഷൻ കൊണ്ടുവരുന്നത് ഈ ഒരു കളേഴ്സാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അട്രാക്ഷൻ മാത്രമല്ല, നമ്മൾ ലൈൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഇല്യൂഷനും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു കളേഴ്സ് വെച്ചുകൊണ്ട്. അതായത് നമ്മൾ കളർ തിയറിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂൾ കളേഴ്സ് നമുക്ക് സ്ലിം ആയിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് ഒരു ഇല്യൂഷൻ നമുക്ക് കിട്ടും. അതുപോലെ വാം കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ആയിട്ടുള്ളൊരു ഇല്യൂഷൻ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കളർ തിയറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ കളർ തിയറിയുടെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ടോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കോംപ്ലിമെൻ്ററി കളേഴ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് കൂൾ കളേഴ്സ് യൂസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളർ സ്കീംസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് മാക്സിമം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു നമ്മുടെ കസ്റ്റമേഴ്സിന് ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഫാറ്റി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല, സ്ലിം ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫാറ്റി ആയിട്ടുള്ള ഒരു ഇല്യൂഷനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കളർ തിയറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് 1 മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ക്ലാസ് എന്ന് പറയുന്നത് ഓരോന്ന് റിലേറ്റ് ആയിട്ട് കിടക്കുന്നതാണ്. നമുക്ക് എല്ലാ ടോപ്പിക്സും, ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അത് കാണുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 4th 1 എന്ന് പറയുന്നത് ടെക്സ്ചറാണ്. ടെക്സ്ചർ എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ മെറ്റീരിയൽസ് നമുക്ക് പല ടൈപ്പിലുള്ള ടെക്സ്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഡെനിം ടെക്സ്ചർ വരുന്നുണ്ട്. അങ്ങനെ ഓരോ ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചേഴ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്ചർ മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറയാറുള്ളത്. അത് നമുക്ക് തന്നെ അറിയാം അല്ലേ. നമ്മൾ ഈ ഒരു ഡെനിമിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്കത് ഡെനിം ടെക്സ്ചറാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് അറിയാം. അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ ഓരോ ലുക്കും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മളൊരു ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ലുക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡെനിം ടെക്സ്ചർ വരുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും അല്ലേ. അതുപോലെ നമുക്കൊരു ക്ലാസി ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കോട്ടൺ ഡ്രസ്സസൊക്കെ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ കേരള ട്രഡീഷൻ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കൂടുതലായിട്ടും നമുക്കറിയാം പട്ട് ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫൈനൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ഫോമാണ്. അതായത് നമ്മൾ ഫോം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 dimension ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്നാണ് പറയാറുള്ളത്. അതായത് നമ്മുടെ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു വസ്തുവിൻ്റെ നമുക്ക് വിഡ്ത്ത്, ലെങ്ത്ത്, ഡെപ്ത്ത്, ഈ ഒരു 3 dimensionനും വരുന്നതാണ് നമ്മൾ ഈ ഒരു ഫോം എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു ഗാർമെൻറ്റിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗാർമെൻറ്റിൻ്റെ വോളിയം, മാസ്, സ്ട്രക്ചർ, ഈ ഒരു കാര്യങ്ങളെയാണ് നമ്മൾ ഫോം എന്ന് പറയുന്നത്. ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3D എഫക്റ്റ് വരുന്നതിനെയാണ് നമ്മൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫാബ്രിക്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഫോം എന്ന് പറയുന്നത്. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുമല്ലോ. അതായത് നമ്മളിപ്പം കാഷ്വലി വെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ നോർമലി പാർട്ടി വെയർ ആയിട്ട്
ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സിലൊന്നും നമ്മൾ കൂടുതൽ ഫോം കൊണ്ടുവരാറില്ല. നമ്മൾ ഈ ഒരു ഫാഷൻ ഷോസിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. അല്ലാതെ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കാഷ്വൽ വെയർ ആയിട്ട് അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ ഫോം നമ്മൾ അധികം കൊടുക്കാറില്ല. ഫോം എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിന് അധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ നമ്മളൊരു ഫാഷൻ ഷോയിൽ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 5 എലമെൻറ്റ്സും നമ്മൾ ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ നോക്കുക, ഈ ഒരു 5 എലമെൻറ്റ്സും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, അത് ശരിയായ രീതിയിലാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ വെച്ച് നോക്കുക, നമുക്ക് ലൈൻസ് നമ്മൾ കറക്റ്റ്ലി ആണോ, ആ ഒരു ബോഡി ടൈപ്പിന് നമ്മുടെ കസ്റ്റമറിൻ്റെ ബോഡി ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈൻസ് ആണോ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കളേഴ്സ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ എലമെൻറ്റ്സിൻ്റെയും റെഫറൻസ് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓരോ എലമെൻറ്റ്സും എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ ഓരോ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. പാർട്ട് 1 മുതൽ തന്നെ നിങ്ങൾ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ ബേസിക് മുതലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസർ ആയിട്ടുള്ള ഒരു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫ്രീലാൻസർ ആയിട്ടുള്ള ഒരു ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവാണ് എന്നുണ്ടെങ്കിലും പോസിറ്റീവാണ് എന്നുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ്സസ് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലാസ്സസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടിൻ്റെ പ്രശ്നം. അപ്പോൾ സൗണ്ട് ഇപ്പോൾ നമ്മൾ മാക്സിമം സൗണ്ടിൽ തന്നെ ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മാത്രമേ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.